പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം വൻ തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു, 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടുകൂടി ഈ മേഖലയിലെ സുരക്ഷാ നടപടികൾ ഇന്ത്യൻ സൈന്യം ശക്തമാക്കി കഴിഞ്ഞു. ഉത്തരവാദികളായ ഭീകരരെ കണ്ടെത്താനും സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിലെ ഷാസിത്താർ മേഖലയിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഭീകരർ രക്ഷപ്പെടുന്നത് തടയാൻ വേണ്ടി പാരാ കമാൻഡോകളെ വിന്യസിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഹെലികോപ്റ്റർ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള വ്യോമ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പൂഞ്ച് സെക്ടറിൽ വിന്യസിച്ചിട്ടുള്ള റഡാറുകളിലെ സാങ്കേതിക ജോലികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സുരാൻകോട്ട് ഏരിയയിലെ സനായി ടോപ്പിലേക്കുള്ള ട്രക്കുകൾക്ക് നേരെ പതിയിരുന്ന ആക്രമണം നടത്തുകയായിരുന്നു. MK സീരീസ് റൈഫിളുകൾ, US നിർമ്മിത M4 കാർബൈനുകൾ, സ്റ്റീൽ ബുള്ളറ്റുകൾ എന്നിവയാണ് ആക്രമണത്തിനിടെ ഭീകരർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന് പുറകിൽ പ്രവർത്തിച്ച 2 ഭീകരരുടെ രേഖാചിത്രങ്ങൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഭീകരരെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ലഷ്കർ-ഇ തയ്യബയുടെ സജിത് ജട്ടും ഈ ആക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. കുപ്രസിദ്ധനായ ലഷ്കർ കമാൻഡർ സജിത് ജട്ട് പാകിസ്ഥാൻ സങ്കേതത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. പൂഞ്ച്, രജൌരി എന്നീ ഇരട്ട അതിർത്തി ജില്ലകൾക്കുള്ളിൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. കാൻഡി ഫോറസ്റ്റ് ബെൽറ്റിലും ബഫ്ലിയാസിലെ ദേരാക്കി ഗലി പ്രദേശത്തും മുൻകാല പതിയിരുന്ന ആക്രമണം നടത്തിയതിന്റെ സൂത്രധാരനും 5 സൈനികരുടെ ദാരുണമായ നഷ്ടത്തിന് കാരണക്കാരനുമാണ് ഇയാൾ. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ സുപ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാക് അധീന കാശ്മീരിൽ നിന്നാണ് ഇയാൾ പ്രവർത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. പൂഞ്ച് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് 6 പേരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുപോലെ തന്നെ ഭീകരർക്ക് ഭക്ഷണവും സഹായവും നൽകിയെന്ന് കരുതുന്ന മുഹമ്മദ് റസാഖ് എന്നയാൾ പിടിയിലായവരിൽ ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അബ്ദുൾ റസാഖ് എന്ന 35-കാരനായ മേസൺ ലഷ്കർ-ഇ തയ്യബയുടെ ഓവർഗ്രൗണ്ട് പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് സിനായിക്ക് സമീപമുള്ള തന്റെ വസതിയിൽ പാകിസ്ഥാൻ ഭീകരർക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഇതിനു മുമ്പ് വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നതിൽ ഇയാൾ ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇതെല്ലാം സമ്മതിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ഈ ഭീകരാക്രമണങ്ങളൊന്നും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ല. ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ ഇതിനെതിരെ തിരിച്ചു മറുപടി നൽകും. ഇന്ത്യക്കെതിരെ ചൊറിയാൻ വരുന്നവരെ വെറുതെ വിടുന്ന ചരിത്രം ഇപ്പോൾ ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന് ശക്തമായ രീതിയിൽ തന്നെ മറുപടി നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.